ഹലോ, അപ്പോൾ നാളെ നമുക്ക് സെക്കൻഡ് ഇയേഴ്സ് സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് വരുന്ന പെത്തോളജിയാണ്. നാളെ ഉച്ചയ്ക്കാണ് എക്സാം. അപ്പോൾ ഇന്നിപ്പോൾ നമുക്കാകെ പോസ്റ്റിങ്സ് മാത്രമേ ഉള്ളൂ. നമുക്ക് ഒ ബി ജി ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്ന് ഒ പി ആണ്. അപ്പോൾ ഒ പിയിൽ പോകുന്നു. അവിടെ 11:30 വരെ നിൽക്കണം. അതിനുശേഷം പിന്നെ ഞങ്ങൾക്ക് നേരെ പഠിക്കാം. ഇന്നലെ ഞാൻ കുറച്ചൊക്കെ പഠിച്ചു. കുറച്ചെന്ന് വെച്ചാൽ നമ്മളൊരു ക്ലാസ് കഴിഞ്ഞ് വന്ന് പിന്നെ ലൈബ്രറിയിലൊക്കെ പോയിട്ട് കുറച്ചൊക്കെ പഠിച്ചു. സോ ജസ്റ്റ് ഫോർ എവിഡൻസ് ഇന്നലെ ലൈബ്രറിയിൽ പോയിരുന്നു പഠിച്ചു. ഒരു 8:45 ഒക്കെ വരെ ലൈബ്രറിയിൽ ഇരുന്നിട്ടുണ്ടാവും. നമുക്ക് 8:45 വരെ ആണ് ലൈബ്രറിയിൽ ഇരിക്കാൻ പറ്റും രാത്രി. അത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റഡി റൂമിൽ എന്ന് പറഞ്ഞിട്ട് വേറെ 11 o'clock വരെ വേറെ ഒരു സ്റ്റഡി റൂമുണ്ട്. അവിടെ പോയിട്ട് പഠിക്കണം കോളേജിൽ. അപ്പോൾ ഞാനും അശ്വതിയും അങ്ങനെ ഒരു 11 o'clock വരെയൊക്കെ കൊടുത്ത് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് തിരിച്ച് പിന്നെ പി ജിയിലോട്ടേക്ക് രാത്രിയാവുന്നു. ഇന്ന് രാവിലെ നേരത്തെ എണീക്കണം എന്നൊക്കെ വിചാരിച്ചത്, പക്ഷേ എണീക്കാൻ പറ്റില്ല. ഞാൻ ലേറ്റായിട്ടാണ് എണീറ്റ്. 6 മണിക്കായിട്ടാണ് എണീറ്റ്. അപ്പോൾ ഇനി പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ചെയ്തിട്ട് ശരിയാക്കണം, പഠിച്ചിട്ട് ശരിയാക്കണം. ഓക്കെ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പൂരിയായിരുന്നു. അങ്ങനെ പൂരിയൊക്കെ കഴിച്ച് ഞാൻ ഒരു 8:30 ഒക്കെ ആകുമ്പോഴേക്കും ഇറങ്ങിയിട്ടുണ്ടാവും. ആൻഡ് ദെൻ നേരെ ഹോസ്പിറ്റലിലെത്തി. ഹോസ്പിറ്റലിൽ നമുക്ക് ഒ ബി ജിയിൽ ഇപ്പോഴായിട്ട് നമുക്ക് സെമിനാറാണ്. അപ്പോൾ സെമിനാർ പ്രസൻറ്റേഷൻ ഇന്ന് ജസ്റ്റിൻ്റെതാണ്. സാധാരണ ജസ്റ്റിൻ ഇത്ര നേരത്തൊന്നും എത്താറില്ല. പിന്നെ എക്സാം ആയതുകൊണ്ട് എല്ലാവരും പഠിക്കുകയാണ്. എല്ലാവരുടെ കയ്യിലും ടെക്സ്റ്റ് ബുക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും PDF ഒക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ പഠിക്കുന്ന കാണുമ്പോഴാണ് നമുക്ക് എക്സാം ആയും തോന്നുന്നത്. എല്ലാവരും ടെക്സ്റ്റ് ബുക്കൊക്കെ എടുത്ത് ഏതൊക്കെയോ സബ്ജക്ട്സ് പഠിക്കുന്നുണ്ടായിരുന്നു. ദിസ് ഈസ് നന്ദിത, നമ്മുടെ യൂണിറ്റ് റെപ്പാണ്. പഠിക്കാത്ത കുട്ടിയാണ്. ഏതൊക്കെയാ പഠിച്ചേ? പഠിച്ചു. ഹോട്ട് സ്കിൻ കൃത്യമാണ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തത്. മോർഫോളജി പഠിച്ചു. മൈക്രോസ്കോപ്പിക് ഫീച്ചർ ഒക്കെ പഠിച്ചു. ഏതിന്റെ മറ്റേ സാധാരണ ഹോട്ട് സ്കിൻസിലെ വേറെ ഞാൻ 2 കൂടി പഠിച്ചു. അല്ല 4 ടോപ്പിക് പഠിച്ചു കേസ്. പക്ഷെ ഞാൻ മറന്നുപോയി കേസ്. പഠിച്ച ടോപ്പിക് മറന്നുപോയി. ഹീമോഫീലിയ പഠിച്ചു. ITP പഠിച്ചു. ഞാൻ അതൊക്കെ ഞാൻ പഠിച്ചു. ഇനി അത് കഴിഞ്ഞിട്ട് ഇനിയും പഠിച്ചു. ഞാൻ ഹ്യൂമനറ്റിക് അനീമിയ പഠിച്ചു. പിന്നെ ഡയഗ്നോസിസ് ഓഫ് ക്യാൻസറിന്റെ പേരുകൾ പഠിച്ചു. പിന്നെന്താടി പഠിച്ചേ? പിന്നെന്തെല്ലാം പഠിച്ചിട്ട് പിന്നെന്താ പഠിച്ചേ? പഠിക്കാണ് പ്ലാസ്മ സെൽ മൈലോമ പഠിച്ചു. അത്രേ ഉള്ളൂ. സിക്കിൾ സെല്ല് പഠിച്ചു കേട്ടോ. അത്രേ ഉള്ളൂ. ഞാൻ സിക്കിൾ സെല്ലിനെ പഠിച്ചു. മെറ്റാസ്റ്റാറ്റ്സ് പഠിച്ചു. അയൺ ഡെഫിഷ്യൻസി പഠിച്ചു. അപ്ലാസ്റ്റിക് പഠിച്ചു. ലിസ്റ്റ് പറയും. പിന്നെ ഞാൻ എന്താ നിയോപ്ലാസിയ പഠിച്ചു. മെറ്റാസ്റ്റാസിസ് അത് പറഞ്ഞ നിയോപ്ലാസിൽ അതെന്താ, പിന്നെ മെറ്റാസ്റ്റാസിസ് എന്താ, അതിന്റെ സ്പ്രെഡ് എങ്ങനെയാ, പിന്നെ മെലിഗ്നന്റ് ബെനിഗ്നന്റ് ഡിഫറൻസ്, പിന്നെ അതുണ്ട്. പിന്നെ മൈക്രോബിയൽ കാർസിനോജെനിസിസ് പഠിച്ചോ? ഇല്ല, അത് പഠിച്ചില്ല. ഓങ്കോജെൻസിസ് പഠിച്ച തീരാന്നല്ലേ ഉള്ളൂ. അതുകൊണ്ട് അവൾ ഇത്ര കുറച്ചേ പഠിച്ചിട്ടുള്ളൂ. ഞാൻ ഒരാഴ്ച പഠിക്കുന്ന. ഞാൻ രാവിലെ എനിക്ക് വരുമ്പോ ഹൃദയബാബു പഠിക്കും. ഞാൻ ഇങ്ങനെ ഞാൻ രാത്രി ഇങ്ങനെ എനിക്ക് ഉറക്കം തോന്നുന്നുണ്ട്. അപ്പൊ എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് എണീച്ചടക്കാൻ. അപ്പൊ ഞാൻ വെള്ളം എടുക്കാൻ മെസ്സിലായി പോവാ. ഇങ്ങനെ നടക്കുന്നത് അതൊക്കെ ടെൻഷൻ. അയ്യോ ഞാൻ പോയി പഠിക്കാടിക്കൊണ്ടിട്ട് പഠിക്കുന്നത്. എന്നിട്ട് അവർക്ക് സമയം കിട്ടിയില്ല. ഇന്നലെ ഞാനാണ് റീല് മാത്രമേ കാണാറുള്ളൂ. എനിക്ക് ഊഞ്ഞാലാടുമ്പോ വായിക്കാൻ പറ്റില്ല. പക്ഷെ ഇവർക്ക് അതറിയില്ലല്ലോ. അങ്ങനെയൊക്കെ പറയുന്നു, പറയപ്പെടുന്നു. ആരെങ്കിലും പ്രസന്റേഷൻ ആണ്. അപ്പം അതിന് എന്ത് പഠിക്കാം. നവനീതെല്ലാം പഠിച്ചോ? ഓയാ ശരിയാ. ഒച്ച കൂട്ടി പറ. സത്യം മാത്രമേ
എന്റെ പോലെ ദിവസം പഠിച്ചാൽ എവിടെയോ എത്തും. എന്റെ പോലെ ആഫ്റ്റർ ദി സെമിനാർസ് നമ്മൾ നേരെ ഒ പിയിൽ പോയി. അവിടെ കുറേ നേരം കുറേ കേസൊക്കെ കണ്ടു നിന്നു. പിന്നെ കുറേ നേരം ഉണ്ടായിരുന്നു. അത്യാവശ്യം നമ്മൾ നമുക്ക് ക്ലാസ് കഴിഞ്ഞത് ലേറ്റ് ആയിട്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഒരു 11-11:30 ഒക്കെ ആകുമ്പോഴേക്കും ക്ലാസ് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവാണ്. തിരിച്ച് കുറേ പേര് കുറേ പേര് ഹോസ്റ്റലിലോട്ട് പോയി. പിന്നെ ഞാൻ എന്തായാലും ലൈബ്രറിയിൽ തന്നെ ഇരുന്ന് പഠിക്കാമെന്ന് വിചാരിച്ചു. കാരണം പി ജിയിലൊക്കെ വന്നാൽ ഞാൻ കുറച്ച് ഉഴപ്പും പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പം പറ്റുന്നത്ര ലൈബ്രറിയിൽ ഇരുന്ന് പഠിക്കാമെന്നൊക്കെ വിചാരിച്ച് നേരെ ലൈബ്രറിയിലേക്ക് പോവാണ്. ഇത് നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് കോളേജിലോട്ടേക്ക് പോകുന്ന ഒരു കണക്ട് ചെയ്യുന്ന ഒരു വഴിയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പം ഈ ബൊഗെൻവില്ലസൊക്കെ കാണാം. ആൻഡ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ആൻഡ് ദാറ്റ്സ് ജോസഫ് ആൻഡ് ഇഷാക്ക്. പറഞ്ഞെടുപ്പിച്ച വീഡിയോ ആണ്. പ്രത്യേകിച്ച് നടക്കുന്നില്ല, നോക്കട്ടെ, ഇന്ന് പോയി തുടങ്ങാം. ഇതൊക്കെ വെറുതെയാണ് പറഞ്ഞത്. ഇന്ന് പോയി തുടങ്ങാമെന്ന് പറഞ്ഞത് റിവിഷൻ തുടങ്ങാം. അവൻ ഒരു വട്ടം കഴിഞ്ഞു. ഇനി ഇപ്പൊ ഒന്നും കൂടി തുടങ്ങണേനാണ് ഇന്ന് പോയി തുടങ്ങേണ്ടത്. നമ്മളെല്ലാരും നാളെ തുടങ്ങുന്ന സാധനം ഇവൻ ഇന്ന് തുടങ്ങി. കുറച്ച് വായിച്ചു, ഓൾമോസ്റ്റ് ഒരു 2-3 ക്വസ്റ്റ്യൻസ് നോക്കി. കുറച്ചും കൂടി ബാക്കിയാണ്. ഏതാ പറ്റുക? പാത്തോളജി, മൈക്രോബയോളജി ഒരാഴ്ച മുമ്പ് നോക്കിയിന്, ഫാർമക്കോളജി 2 ആഴ്ച മുമ്പ് നോക്കിയിന്. മൊത്തം നോക്കിയില്ല, കുറച്ച് വായിച്ചു. നടക്കും ഒന്നും അറിയില്ല, നോക്കട്ടെ, ഇനിയും ഉണ്ടത്ര നോക്കാൻ വേണ്ടിയിട്ട്. ലൈബ്രറി പോവാണ് അവർ പഠിക്കാൻ വേണ്ടിയിട്ട്. ദിസ് ഈസ് എ ലൈബ്രറി. ലൈബ്രറിയിൽ നമുക്ക് ഇത് ജേർണൽ സെക്ഷനാണ് ലൈബ്രറീൻ്റെ. ഇവിടെ അധികം ആൾക്കാർ ആരും ഉണ്ടായിരുന്നില്ല, ഞാൻ മാത്രമായിരുന്നു. അപ്പോൾ പിന്നെ കുറച്ച് സമാധാനമായിട്ട് പഠിക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അവിടെ ഇരുന്ന് പഠിച്ചു. നമുക്ക് ലൈബ്രറീൻ്റെ ഒരു റീഡിങ് റൂം പോലത്തെ ഒരു റൂമുണ്ട്. അത് എ സിയാണ്. വേറെ ഒരു ഞാൻ ഇന്നലെയൊക്കെ പോയി പഠിച്ചതും റൂമുണ്ട്. അത് കുറച്ചുകൂടെ വലുതാണ്, അതും എ സിയാണ്. ഇവിടെ ഒരു ജേർണൽ സെക്ഷൻ പോലെ. ഇവിടെ പിന്നെ അധികം ആൾക്കാർ ആരും ഉണ്ടാവാത്തതിനെ കൊണ്ട് ഞാനിവിടെ വന്നിരിക്കുന്നതാണ്. അങ്ങനെ ഉച്ചവരെ പഠിച്ചു, ഫുഡൊക്കെ കഴിച്ചു. വൈകുന്നേരമായപ്പോൾ ഞാനും സനിക, നന്ദിത, രയ, നന്ദന എല്ലാവരും കൂടെ പോയി ചായയൊക്കെ കുടിച്ചു. എടുക്കുന്നതാ ഇന്നത്തെ ഡേ അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ ഇരുന്ന് പഠിച്ചു. പിന്നെ ലൈബ്രറിയിൽ പോയി. ഞാൻ പി ജി പോയി സെയിം തിങ് റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ പിന്നെ പ്രത്യേകിച്ച് വീഡിയോ ഒന്നും എടുത്തില്ല. ആൻഡ് എക്സാം ഈസി ആവണമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആവുമായിരിക്കും. പിന്നെ ലാസ്റ്റ് വീഡിയോയിൽ വന്ന റിവ്യൂസും എനിക്ക് കിട്ടിയ വ്യൂസും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പം താങ്ക് യു സോ മച്ച്. മാത്രമല്ല, ഞാൻ നിങ്ങൾ പറഞ്ഞ പോലെ എങ്ങനെയാണ് നീറ്റ് പ്രിപ്പയർ ചെയ്തതെന്നുള്ളൊരു വീഡിയോ, അല്ലെങ്കിൽ ലാസ്റ്റ് മന്ത്സ് ആകുമ്പോൾ എങ്ങനെ നീറ്റ് പ്രിപ്പയർ ചെയ്യണം എന്നുള്ള വീഡിയോ ഒക്കെ ഞാൻ ഡെഫിനറ്റ് ആയിട്ട് ഞാനത് ഇടും. ഇപ്പം എക്സാം ആയതുകൊണ്ടും എക്സാം വീക്ക് ആയതിനെ കൊണ്ടും ഉള്ള ഒരു ഡിലേ ഉണ്ട്. സോ കീപ് വാച്ചിങ് ദിസ് വീഡിയോസ് ആൻഡ് ഷെയർ ചെയ്യാം മാക്സിമം. ആൻഡ് താങ്ക് യു സോ മച്ച് again. So bye. So that's the end of this video. And also don't forget to subscribe to my channel. Bye. See you in the next video.